അതേപോലെ തന്നെ നമ്മുടെ അല്ലു അർജുനായാലും രശ്മിക മന്ദാനയായാലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതാണ് ലെങ്ത്താണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഏതൊരു പടത്തിൻ്റെയും ലെങ്ത്ത് നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ എന്നെ ബോറടിപ്പിക്കാത്ത ലെങ്ത്ത് കൂടിയാലുള്ളത് ബാഹുബലിയാണ്. അത് നമുക്ക് ലെങ്ത്ത് കൂടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ലെങ്ത്ത് കൂടിയതുകൊണ്ട് കുറച്ച് ആളുകൾക്ക് അത് നിരാശയായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും ഒരു എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് എടുത്ത് പറയേണ്ടത്. അത് ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് അതിശക്തമായിട്ടുള്ളൊരു കഥയായിരിക്കും. അഭിനേതാക്കളുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ ഒരുപാട് നേരം കഷ്ടപ്പാടാണ്. അപ്പോൾ ഇതൊരു പരാജയത്തിലേക്ക് പോകാതെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. എന്തായാലും ഫസ്റ്റിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് വന്നിട്ടുണ്ട്. മൂവി ആസ് ഓൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു എബോ ആവറേജ് മൂവിയാണ്. 80% വർക്കായി. 3-3.5 മണിക്കൂറുണ്ട് പടം. പക്ഷേ എന്താ പറയുക, ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. മാസ് ഓഡിയൻസ് ഹൈപ്പ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. ആക്ഷൻ സീൻസ് ഒക്കെ വെച്ചാണ്. പിന്നെ ഫാഫ കിടുവാണ് ആക്ച്വലി. നമ്മുടെ രംഗണ്ണനും ഷമ്മിയും കൂടി മിക്സ് ചെയ്തൊരു ആ ഒരു എക്സ്ട്രീം ആയി. കാരണം ഫസ്റ്റിൽ നമുക്ക് കുറച്ച് അവിടെ 10 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ അത്യാവശ്യം നൈസായിട്ടുണ്ട്. മാസ് സീക്വൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പാട്ടും കിസ് കിസ് ആദ്യം കേട്ട കുഴപ്പമുണ്ടായിരുന്നു. തിയേറ്ററിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ എന്തായാലും നല്ലൊരു മാസ് മൂവി പറയാല്ലേ. പകതും രണ്ടുപേരും കട്ടക്കട്ട ബീജിയം വഹിച്ച് 3 അവർ ഉണ്ടെന്ന് തോന്നത്തില്ല. 3 അവർ ആ മാസ് ഇമോഷൻസ് കംപ്ലീറ്റ് വേണ്ടാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങൾ വലിച്ചു ഒരു ഡ്രാമ പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു നാടകം കാണുന്ന പോലെ, ഷോർട്ട് ഫിലിം കാണുന്ന പോലെ തന്നെ അത് 3 കാണിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ആദ്യ മാസത്തിൽ ഒരു രക്ഷയില്ല.